ഏതൊരു സ്ത്രീയുടെയും റീപ്രൊഡക്റ്റീവ് പീരീഡ് എന്ന് പറയുമ്പോൾ മെനാർക്കെ തൊട്ട് മെനാപ്പോസ് വരെയാണ്. മെനാർക്കെ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ആർത്തവം ആരംഭിക്കുന്നതാണ്. മെനാപ്പോസ് എന്ന് പറയുമ്പോൾ ആർത്തവം അവസാനിക്കുന്നത്. ഈ ഒരു പീരീഡിൽ നമ്മൾ 10 സ്ത്രീകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ 5-6 പേർക്ക് കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് PCOD അഥവാ PCOS. എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ, എങ്ങനെയാണ് അത് ഉണ്ടാകുന്നത് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഐ ആം ഡോക്ടർ ലക്ഷ്മി ശരണ്യ. വെൽക്കം ടു മൈ ചാനൽ. ഇതൊരു ഹോർമോണൽ ഡിസോർഡറാണ്. ഈ PCOD PCOS എന്നൊക്കെ പറയുമ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ അണ്ടാശയത്തിൽ ഇമ്മച്ചുർ ആയിട്ടുള്ള അണ്ടങ്ങൾ കുമിള പോലെ കാണുന്നതാണ്. അതാണ് PCOD. ഈ PCOD നമ്മൾ അവഗണിക്കണം. അതിൻ്റെ സിംറ്റംസ് ഒക്കെ കണ്ട് നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുത്തില്ല എങ്കിൽ കാലക്രമേണ അത് നമ്മുടെ മറ്റുള്ള സിസ്റ്റങ്ങളെ ബാധിക്കും. അങ്ങനെ ഒരു കൂട്ടം പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും. അതാണ് PCOS ആയിട്ട് മാറുന്നത്. ഇനി നമ്മുടെ ശരീരത്തിൽ ഈ PCOD ഉണ്ട് എന്ന് എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. പ്രധാനമായിട്ടും നമ്മൾ ഈ സ്കാൻ ചെയ്യുമ്പോൾ നമ്മുടെ അണ്ടാശയത്തിൽ ഈ കുമിളകൾ കാണുന്നതും അതോടൊപ്പം തന്നെ നമുക്ക് ആർത്തവ ക്രമക്കേടുകൾ ഉണ്ടാകുന്നതോ അതല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ മെയിൽ ഹോർമോണായിട്ടുള്ള ആൻഡ്രോജൻ്റെ അളവ് കൂടുക, ഈ 3 കണ്ടീഷൻസിൽ ഏതെങ്കിലും 2 ഉണ്ടെങ്കിൽ നമുക്ക് PCOD ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഈ ലക്ഷണങ്ങളിൽ വളരെ എവിഡൻ്റ് ആയിട്ട് കാണുന്ന ലക്ഷണമാണ് ആർത്തവത്തിൻ്റെ ക്രമക്കേട്. നോർമൽ ആയിട്ടുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ 28 ദിവസമൊക്കെ സൈക്കിൾ ഉണ്ടെങ്കിൽ അവർക്ക് 5 to 7 days ആയിരിക്കും ബ്ലീഡിങ് ഉണ്ടാവുക. എന്നാൽ ഈ PCOD ഉള്ള ആളുകൾക്ക് ഇമ്മച്ചുർ ആയിട്ടുള്ള ഓവായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ഓവുലേഷൻ നടക്കാറില്ല, അല്ലെങ്കിൽ ഡിലേഡ് ആയിട്ടാവും നടക്കാം. അങ്ങനെ വരുമ്പോൾ അവർക്ക് പീരിയഡ്സും ലേറ്റ് ആവും, അതായത് 1-2 മാസം ലേറ്റ് ആവും. അതല്ലെങ്കിൽ ചില ആൾക്ക് അതിനിടയ്ക്ക് സ്പോട്ടിങ് കാണാറുണ്ട്, ചിലപ്പോൾ ഹെവി ബ്ലീഡിങ്ങും കാണാറുണ്ട്. ഒരു ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മെറ്റബോളിസം കുറയും, അതുവഴി നമ്മുടെ ശരീരഭാരം കൂടാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻസുലിൻ ഇംബാലൻസും ഉണ്ടാവും. അതേപോലെ ഇതിൽ ആൻഡ്രോജൻ കൂടുതലാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഒരു മെയിൽ പാറ്റേൺ ബാലൻസ് നമുക്കുണ്ടാവും. നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവും, ഫ്രണ്ടിലൊക്കെ കുറച്ച് മുടി കൊഴിയും. അതേപോലെ തന്നെ താടി രോമങ്ങൾ, വീശി രോമങ്ങൾ, ചെസ്റ്റിലൊക്കെ രോമങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് വേദനയുള്ള കുരുക്കൾ ഉണ്ടാവും മുഖത്ത്. അതേപോലെ തുടയടുക്കിലൊക്കെ ഒരു കറുത്ത പാടുകൾ, അല്ലെങ്കിൽ കഴുത്തിൻ്റെ പുറകിൽ കക്ഷത്തൊക്കെ ഒരു കറുത്ത കളറുകൾ ഉണ്ടാവാനുള്ള സാധ്യതയും ഈ ഒരു കണ്ടീഷനിലുണ്ട്. PCOD ഉണ്ടാവാനുള്ള കാരണങ്ങൾ നോക്കുമ്പോൾ ഏറ്റവും ആദ്യം എടുത്തു പറയേണ്ട ഒന്നാണ് നമ്മുടെ മറിയ ജീവിത രീതി. പ്രത്യേകിച്ച് നമ്മൾ തീരെ ഒരു മൂവ്മെൻ്റ് ഇല്ല, എക്സസൈസ് ചെയ്യുന്നില്ല, അതേപോലെ തന്നെ നമ്മൾ ഹൈ കലോറി ഫുഡ് കഴിക്കുന്നുണ്ട്, ഡീപ് ഫ്രൈഡ് ആയിട്ടുള്ള ജങ്ക് ഫുഡൊക്കെ കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ PCOD വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ അമിതവണ്ണമുള്ളവരിലും ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്കും ഈ PCOD കൂടുതലായിട്ട് കാണാറുണ്ട്. ശാരീരിക പ്രശ്നങ്ങളും അതുപോലെ തന്നെ സൗന്ദര്യ പ്രശ്നങ്ങളേക്കാൾ ഉപരി ഇതിൻ്റെ ഒരു പരിണിതഫലം എന്ന് പറയുന്നത് ഇൻഫെർട്ടിലിറ്റി തന്നെയാണ്. പല ആളുകളും കുറേ ട്രൈ ചെയ്തിട്ടും കുട്ടികൾ ഉണ്ടാവാതിരിക്കുമ്പോൾ ചെയ്യുന്ന ടെസ്റ്റിലാണ് അവർക്ക് PCOD ഉണ്ടെന്ന് തിരിച്ചറിയുന്നത് പോലും. ചില സ്ത്രീകളൊക്കെ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയതിനു ശേഷമാണ് PCOD വരുന്നതെങ്കിൽ അവർക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും അല്ലെങ്കിൽ അവരിത് അവഗണിക്കാറാണ് പതിവ്. കാരണം അവർക്ക് കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞല്ലോ. പക്ഷേ ഇത് വളരെ ദീർഘകാലം നമ്മുടെ ശരീരത്തിൽ ഈ PCOD ഉണ്ടെങ്കിൽ നമുക്ക് ഭാവിയിൽ ഡയബറ്റീസ് അല്ലെങ്കിൽ BP, കൊളസ്ട്രോൾ ഒക്കെ വരാനും നമ്മുടെ ഹൃദയാരോഗ്യത്തിനെ ബാധിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഈ ശാരീരിക പ്രശ്നങ്ങൾ മാത്രമല്ല, മാനസികമായി പോലും PCOD നമ്മളെ എഫക്റ്റ് ചെയ്യാറുണ്ട്. PCOD ഉള്ള ആളുകളിൽ മൂഡ് സ്വിങ്സ്, ഇറിറ്റബിലിറ്റി ഒക്കെ വളരെയധികം കൂടുതലായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു ലൈഫ് ത്രെട്ടനിങ് അസുഖമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ചില മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റിവേഴ്സ് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണത് ചെയ്യേണ്ടത് എന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ വിശദമായി സംസാരിക്കാം.